ഔപചാരികമായി ഘടിപ്പിക്കുന്ന ആക്സസ് റോഡിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി പുറപ്പെടുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ച് കഴിഞ്ഞുവെന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. നമ്മുടെ നാടിന്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി. എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും നാം നടന്നത്. ഓരോ വട്ടം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉയർന്നു. എന്നാൽ ഒരു ഘട്ടമായപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു. 2016 മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവും. നേരത്തെ ബഹുമാന്യായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള ഒരു ദുരന്തങ്ങൾ, മഹാമാരി, ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ, അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നു വന്ന മറ്റു ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു. വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാടാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള 2016 മുമ്പുള്ള UDF ഗവൺമെന്റ് കാലത്താണ് തുടക്കം കുറിച്ചതെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം 2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ്. നാടിന്റെ വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിട്ടുള്ളൂ. അത് വികസനത്തിൽ ഉള്ളതാണോ, നാടിനെ ഗുണകരമാകുന്നതാണ്. അതിനെ തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത്.
അതിന് അതിൻ്റെതായ ഫലമുണ്ടായി. ഇത് മാത്രമല്ല, ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന, കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളത്. ഏതായാലും 2024 ജൂലൈയിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു. 2025 മെയ് 2 ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല, ഒന്നും നേരെ രൂപയെ നടക്കില്ല, ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. 2ാം ഘട്ടം യഥാർത്ഥത്തിൽ 2ാം ഘട്ടമല്ല, ഇവിടെ സൂചിപ്പിച്ചു 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് 2ാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിലെ അദാനി കോഴ്സും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കർണദാനിയും ഇവിടെ വ്യക്തമാക്കി. ഇവിടെ നാം കാണേണ്ട കാര്യം, 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടലായി മാറിക്കഴിഞ്ഞു. ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ്. നേരത്തെ കൊളംബോ, സിംഗപ്പൂർ മുതലായിടങ്ങളിൽ മാത്രം പോയിരുന്ന കപ്പലുകളാണ് ഇവിടത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിൻ്റെ ഭാഗമായി. ഇവിടെ മാത്രമല്ല, കേരളത്തിനാകെ ഇതിൻ്റെതായ ഗുണം ലഭിക്കാൻ പോവുകയാണ്. ചരക്ക് നീക്കത്തിന് നാം നേരത്തെ മറ്റുള്ളവരെ ആശ്രയിച്ചത് ആ കാലം അവസാനിച്ചിരിക്കും. ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം ഇന്ന്
ഒരു പ്രധാന ശക്തിയായി മാറാനാണ്. ഇതൊരു വെറും പറച്ചിലല്ല, നാം കണ്ണുകളിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ ആഗോള കപ്പൽച്ചാലിൽ കേരളത്തിന്റെ പേര് സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിവർഷം 10 ലക്ഷം TEU ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയായി കണക്കാക്കി. പക്ഷേ 10 മാസം മുമ്പ് ഈ ലക്ഷ്യം ഈ പോർട്ടിനെ മറികടക്കാനായി. ഇത് ലോകത്തൊരു പോർട്ടിനും അവകാശപ്പെടാനാവാത്ത നേട്ടമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഓട്ടോമേഷൻ സാങ്കേതികവിദ്യയും ജീവനക്കാരുടെ ആത്മാർത്ഥമായ ദർശനവുമാണ് ഈ നേട്ടത്തിന് ഇടയാക്കിയത്. ആദ്യ വർഷം തന്നെ 615 കപ്പലുകൾ, 1.32 ദശലക്ഷം കണ്ടെയ്നറുകൾ ഈ പോർട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞു. 2025 ഡിസംബറിൽ മാത്രം 1,21,000 TEU കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് അങ്കൂരമുണ്ട്. അതുവഴി ഈ തുറമുഖത്തിന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. പ്രതിമാസം 50-ലേറെ കപ്പലുകളാണ് ഈ തുറമുഖത്ത് വന്നു പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കപ്പലുകൾ എന്ന നേട്ടം നമ്മുടെ കയ്യെത്ത് ദൂരത്ത്. വിഴിഞ്ഞത്തിന് മുമ്പ് പ്രവർത്തനം തുടങ്ങിയ പല തുറമുഖങ്ങളെയും പിന്നിലാക്കിയാണ് വിഴിഞ്ഞത്തിന്റെ ഈ കുതിപ്പ്. ഇത് നമ്മുടെ നാടിനാകെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വനിതകളെ ഓട്ടോമേറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റർമാരായി നിയമിച്ചതിന്റെ ഖ്യാതിയും വിഴിഞ്ഞത്തിലാണ്. വിഴിഞ്ഞം സ്വദേശികളായ സ്ത്രീകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മാതൃകാപരമായ ഈ നേട്ടം കൈവരിച്ചത്. സ്ത്രീ സൗഹൃദ കേരളത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി അത് മാറി. വിഴിഞ്ഞം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽ പാതയിലെ പ്രധാന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാകുന്നതോടൊപ്പം ഒരു പ്രധാന ക്രൂഡ് ചേഞ്ച് ഹബ്ബായി വിഴിഞ്ഞം ശക്തിപ്പെടുത്തും. ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കും ഇനി മുതൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ വലിയ ഉത്തേജന പദ്ധതി ഒന്നാണ്. രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നിലവിലെ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത് 2000 മീറ്ററായി വികസിപ്പിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബർത്ത് നാട്ടവും വിഴിഞ്ഞ തുറമുഖം സ്വന്തമാകും. അതേപോലെ നിലവിലുള്ള 2.96 കിലോമീറ്റർ ഒലിമുണ്ട് 3.88 കിലോമീറ്ററായി വർദ്ധിപ്പിക്കും. നിലവിൽ തുറമുഖത്തിനായി നിർമ്മിച്ചിട്ടുള്ള ഒലിമുണ്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ ഒലിമുണ്ട്. രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയൊന്നും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല.
പകരം കടൽ നികത്തിയാണ് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നത്. നിലവിലുള്ളവർക്ക് പുറമെ 12 പുതിയ ഷിപ്പ് ഷോർ ട്രെയിനുകൾ, 27 പുതിയ യാത്ര ട്രെയിനുകൾ ഇവയെല്ലാം ഇവിടെ സ്ഥാപിക്കും. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം 24,000 TEU കണ്ടെയ്നർ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ തുടർഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ 28,840 TEU വരെ ശേഷിയുള്ള നെക്സ്റ്റ് ജെൻ കണ്ടെയ്നർ കപ്പലുകളെയും കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖം സജ്ജമാണ്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, ഒരേ സമയം 5 മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുന്നതാണ്. ഇന്ത്യൻ തുറമുഖങ്ങളെ സേവിക്കുന്ന ഒരു ദേശീയ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ വികസനം കൈവരിക്കുന്നതോടെ രാജ്യാന്തര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വരും. അതായത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുള്ള തുറമുഖങ്ങളിലടക്കം സേവനം എത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. അതോടെ ആഗോള കടൽ വാണിജ്യ ഭൂപടത്തിൽ അതിപ്രധാന കേന്ദ്രമായി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മാറുകയും ഇന്ന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ട വികസനം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നേരത്തെ ഉള്ളതിൽ നിന്ന് ആ കാലപരിധി വെട്ടിച്ചുരുക്കി ഈ രണ്ടാം ഘട്ടത്തിന്റെ സമയപരിധി ചുരുക്കുന്ന നിലയിലുണ്ടായി. അതിന്റെ ഭാഗമായി നിശ്ചയിച്ചതിനും 17 വർഷം മുന്നേ 2028 തന്നെ എല്ലാ ഘട്ടങ്ങളും സംയോജിപ്പിച്ച് വിഴിഞ്ഞത്തിന്റെ തുടർ വികസനം പൂർത്തിയാകും. 2035 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും. പൂർണ്ണതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വരുമാന വിഹിതം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ വർദ്ധിക്കുമെന്നതിന് സംശയമില്ല. വിഴിഞ്ഞത്ത് ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് നടത്തി വന്നിരുന്നത്. ഇപ്പോൾ റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. തുറമുഖത്തെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് പൂർത്തിയായിരിക്കും. അതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ആരംഭിക്കാൻ നമുക്കാകും. ഇവിടെ ഈ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി 5,500 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിയത്. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും തുറമുഖ നിർമ്മാണത്തിനായി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയിട്ടില്ല. ഇത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാന തുറമുഖമായിട്ടാണ് മാറുന്നത്. അപ്പോൾ രാജ്യത്തിനാകെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലക്കാണ് ഈ പദ്ധതിയെ നാം കാണേണ്ടത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് മാത്രമല്ല, മറ്റ് ഇപ്പൊ പൂർത്തിയായ റോഡ് മാത്രമല്ല, മറ്റ് ചില പദ്ധതികളും പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു തന്നിട്ട് അവിടെ നമ്മുടെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഗൗരവമായി നടന്നതാണ്.
അതേപോലെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയും റെയിൽ കണക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇതിന്റെ ഭാഗമായി ഇവിടെ തന്നെ 3000 ഏക്കറോളം സ്ഥലം നമ്മുടെ വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. വലിയ തോതിലുള്ള വികസനം നമ്മുടെ ഇവിടെ വരാൻ പോകുന്നതാണ് കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ വികസനം അത് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. വിഴിഞ്ഞത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ്. അത് കേരളം മാറുകയാണ്, മുന്നേറുകയാണ്. ഇതാണ് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. അതിന്റെ ഭാഗമായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായത്. ഇനി അങ്ങോട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന കാര്യങ്ങൾക്കും നാടിന്റെ താല്പര്യം മുൻനിർത്തി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ആകെ പിന്തുണയോടെ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. നാടിൻ്റെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു നവകേരളമാണ് സൃഷ്ടിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് അറിയിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പോർട്ട് ദേശീയപാത റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. Director and CEO FPSDZ Sri Ashini Gupta ji, senior officers from the Government of India and Government of Kerala, distinguished guests, ladies and gentlemen, I will try to address in Malayalam language 2 lines. If I make mistake, please correct me. Will you correct me? Namaskaram. Ella Varkum Sukham Tanne Alle. Then Namuri Kerala Petra Sundaram. It gives me immense pleasure to be here in Kerala today. Kerala is a state whose destiny has always been closely entwined with the sea. From ancient maritime trade routes to modern global shipping lines, Kerala has remained a gateway between India and the world. Today's occasion marks another historic milestone in that long maritime journey with the inauguration of capacity augmentation work at Vizhinjam International Seaport. Under the visionary leadership of our Honorable Prime Minister, Shri Narendra Modi ji, India's maritime sector has undergone a fundamental transformation since 2014. Port shipping, shipbuilding, coastal shipping, and inland waterways are no longer treated as isolated segments, but as a unified engine of national growth, logistic efficiency, and global competitiveness. Over the last decades, India's maritime sector has witnessed unprecedented progress. Port capacity and coastal cargo have doubled. The number of Indian seafarers has increased 3 times.
The number of maritime cruise passengers has gone 4 times up. The cruise sector has expanded 5 times. Cargo movement on Indian waterways has increased 8 times. The number of operational national waterways has increased 10 times. The impact is already being seen on the ground. The DPIIT NCAER Logistic Cost Assessment places India's logistic cost at 7.9% of GDP, indicating a clear improvement from earlier levels. Kerala occupies a very special place in this national maritime transformation. Its strategic location on major east-west shipping routes, its scale, human resources, and its strong institutional capacity makes it a national maritime and logistic hub on the western coast. Vizhinjam International Seaport is a shining symbol of this vision. Since its dedication to the nation by our Prime Minister Narendra Modi in May 2025, Vizhinjam has demonstrated remarkable operational performance. In a short span, the port has handled over 710 vessels handling more than 1.51 billion TEUs. Operating at over 130% capacity utilization, Vizhinjam crossed the 1 million TEUs milestone well ahead of projection and established direct connectivity with Europe, the Americas, Africa, and Far East. The spectacular success of Vizhinjam Port is the outcome of the great vision of our Prime Minister for exploring the potential of our maritime sector. Maritime India Vision 2030, Maritime Political Vision 2047, the earlier dispensation who rule our nation sadly did not have any vision. Today's inauguration of capacity augmentation work marks a decisive step forward. Through the advancement of phases 2, 3, and 4, the port development timeline has been brought forward by nearly 17 years. On completion, Vizhinjam will have one of India's longest continuous container path of 2 kilometers, enhanced breakwater protection, state-of-the-art automation, and the capability to handle next-generation vessels of up to 28,000 TEUs. Installed capacity will rise from 1 million TEUs to 3 million TEUs with a potential to handle up to 5.7 million TEUs annually, thus positioning Vizhinjam as a regional transshipment hub of global significance. Equally significant is the Vizhinjam emphasis on inclusive growth. The port has set a national example by becoming India's first port to employ women crane operators, creating new livelihood opportunities for women from fishing communities and reinforcing our commitment to social equity. Beyond Vizhinjam, Kerala is witnessing comprehensive maritime development under the Sagarmala program. The state is currently implementing 56 Sagarmala and related projects with a total investment of over 24,000 crores. Of these, 20 projects worth more than 5,300 crores have already been completed, while 36 projects valued at nearly 18,700 crores are under various stages of implementation. These projects span port modernization, rail and road connectivity, coastal shipping, inland waterways, skill development, and coastal community infrastructure. Cochin Port Authority and Cochin Shipyard Limited are playing a pivotal role in strengthening Kerala's maritime ecosystem. The operationalization of the International Ship Repair Facility at Cochin Shipyard is a major step towards making India a global hub for ship repair while generating skilled employment and industrial growth in Kerala. This aligns squarely with the Honorable Prime Minister's vision of building a strong, self-reliant maritime industrial base. Inland waterways represent another transformative dimension of maritime growth. Since 2014, cargo movement on national waterways has increased more than
8 ports across the country, establishing inland water transport as a clean, cost-effective and sustainable mode of logistics. Kerala today has 5 declared national waterways, of which 3 NW3, NW8 and NW9 are already operational. Significant investment have been made in permanent terminal, RoRo facilities, navigation infrastructure and cruise jetties. The Kosi Water Metro, India's first and largest integrated urban water transport system, has emerged as a national model for sustainable mobility and inclusive urban transport. Friends, none of this progress would have been possible without strong central-state cooperation in the spirit of two-party federalism. Development of this scale requires coordination, mutual trust and shared ownership, and Kerala has been a valued partner in this journey. As India moves forward towards Viksit Bharat Act 2047, the maritime sector will remain a central pillar of growth. The confidence imposed by the global maritime sector in India's potential is increasing exponentially. Maritime India with 2025 attracted investment of over rupees 12 lakhs crore in various verticals of our maritime sector. Guided by the Maritime Amrit Kal Vision 2047, launched by our Honorable Prime Minister Shri Narendra Modi, India's maritime sector is projected to attract investment worth over 80 lakhs crore and generate 1.5 crore jobs in the coming years. As a result of this investment, India's long-lost maritime supremacy will be regained, and we shall be the global maritime leader once again. With world-class port, modern shipping, strong shipbuilding, and vibrant inland waterways, Kerala is well positioned to play a leadership role in India's maritime future. I am confident that Vizhinjam International Seaport, along with the wider maritime ecosystem being developed in Kerala, will generate employment, boost trade, empower coastal community, and strengthen India's position in global supply chain. With this word, I once again congratulate the Honorable Chief Minister of Kerala and the Government of Kerala, and also Adani Vizhinjam Port Limited and all other stakeholders on this landmark achievement. Together, under the visionary leadership of our Honorable Prime Minister Shri Narendra Modi ji, we will continue to transform India's maritime strength into national prosperity. Nani. Thank you. Jai Hind. ഇന്ത്യയുടെ തീരപ്രദേശത്ത് 14 മേജർ തുറമുഖങ്ങളും 200-ലേറെ നോൺ മേജർ തുറമുഖങ്ങളും ഉള്ളവയാണ്. എന്നാൽ ആഗോള മാരിടൈം മേഖലയിൽ സർവീസ് നടത്തുന്ന ഭീമ കണ്ടെയ്നർ കപ്പലുകൾ അടുത്ത കാലം വരെ നമ്മുടെ തുറമുഖങ്ങളിൽ അടുക്കാൻ കഴിയാതിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയറ്റിറക്കുമതി മേഖലയ്ക്ക് ശരാശരി ലോജിസ്റ്റിക്, അതായത് ചരക്ക് കൂലി ചെലവ് ഉൽപ്പന്ന വിലയുടെ 15% മുകളിലാണ്. വികസിത രാജ്യങ്ങളിൽ ഇത് 10% താഴെയാണ്. ഈ കാരണമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ മത്സരിക്കുവാൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ തുറമുഖങ്ങൾ തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ നമ്മുടെ മിക്ക തുറമുഖങ്ങളിലും ആഴക്കുറവ് കാരണവും ആണ് കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ വരാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും ചരക്ക് നീക്കം സമീപ രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങൾ വഴി ട്രാൻസിറ്റ് ചെയ്യപ്പെടുകയാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് നമ്മുടെ ചരക്ക് ഗതാഗതത്തിൻ്റെ സിംഹഭാഗവും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്. വിഴിഞ്ഞം തുറമുഖം 1-ാം ഘട്ടം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാനം ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന് വേണ്ടി തികച്ചും ആധുനികമായ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് വിഭാവനം ചെയ്തത്.
കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന ഗ്രാമം ഏറ്റവും തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്നതാണ്. തീരത്തോട് ചേർന്ന് തന്നെ കടലിന് 20 മീറ്ററിലേറെ സ്വാഭാവിക ആഴവും ഉള്ളതിനാൽ ഏറ്റവും മികച്ച ഭാരതത്തിൻ്റെ ആദ്യ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഹബ്ബ് സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും നമ്മുടെ സംസ്ഥാനം ഈ പദ്ധതിയുടെ 1ാം ഘട്ടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു. പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളിലും മികച്ച ആസൂത്രണ മികവോടെയാണ് കേരളം ഈ പദ്ധതി തയ്യാറാക്കിയത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മാതൃകയിൽ നടപ്പിലാക്കുവാൻ 2008-09 തീരുമാനിക്കുകയും പദ്ധതി സാമ്പത്തികമായി ആകർഷകമാക്കാൻ ഫണ്ടഡ് വർക്ക്സ് VGF തുടങ്ങിയ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ടെൻഡർ ക്ഷണിക്കുകയും 2015 അദാനി ഗ്രൂപ്പിനെ പങ്കാളിയായി തിരഞ്ഞെടുത്ത് കൺസെഷൻ കരാറിൽ ഒപ്പുവെച്ചു. എന്നിരുന്നാലും സാങ്കേതിക പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭം, ചില പ്രാദേശിക എതിർപ്പുകൾ പദ്ധതിയുടെ പുരോഗതിയെ സാരമായി ബാധിച്ചപ്പോൾ 2016 മുതൽ 2021 വരെ കാലയളവിൽ കേരളം സംയോജിതമായി ഇടപെടൽ നടത്തി തടസ്സങ്ങളെല്ലാം നീക്കി പദ്ധതിയുടെ 1ാം ഘട്ടം 2024 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കി. കൺസെഷൻ കരാർ പ്രകാരം 1ാം ഘട്ടത്തിൽ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡും ആധുനിക ക്രെയിൻ സംവിധാനങ്ങളും 3 കിലോമീറ്ററോളം നീളം വരുന്ന പുലിമുട്ടും കൺസെഷനറായ AVPPL സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ പുലിമുട്ടിൻ്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരള സർക്കാരാണ് വഹിച്ചത്. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ പദ്ധതി ചെലവിൻ്റെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. വിഴിഞ്ഞം തുറമുഖം 2, 3, 4 ഘട്ടങ്ങൾ 2024 കേരള സർക്കാർ പദ്ധതിയുടെ കൺസെഷനറായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം ഭാവിയിൽ 2045 പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028 ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം AVPPL 2028 പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ്. ഇവ പൂർത്തിയാക്കണമെങ്കിൽ കണ്ടെയ്നർ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്ററായി വർദ്ധിക്കും. ആനുപാതികമായി കണ്ടെയ്നർ യാർഡും ഇതര ക്രെയിൻ സംവിധാനങ്ങളും വർദ്ധിക്കും. പുലിമുട്ടിൻ്റെ നീളം ഏകദേശം 1 കിലോമീറ്ററോളം വർദ്ധിക്കും. ഇവയ്ക്ക് പുറമെ 2 മൾട്ടിപർപ്പസ് കാർഗോ ബർത്തുകളും 1 ലിക്വിഡ് കാർഗോ ബർത്തും പുലിമുട്ടിൽ നിർമ്മിക്കപ്പെടും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ചെലവ് പൂർണ്ണമായും AVPPL വഹിക്കുന്നതാണ്. അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖം ഇന്ന് പൂർണ്ണമായും ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കുവാൻ കേരള സർക്കാർ ഗേറ്റ്വേ, അതായത് എക്സിം കാർഗോ നീക്കത്തിനായി ഏറെ നടപടികൾ കൈക്കൊണ്ടുവരുന്നു. തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാൻ 10.70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാത കേരള സർക്കാർ 1482 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുവാൻ നടപടി എടുത്തു വരുന്നു. ഇതിൽ 9 കിലോമീറ്റർ ദൂരം തുരങ്കപാതയാണ്. തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെയിൽ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുന്നതാണ്. NH-66 തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നതിന് 1.70 കിലോമീറ്റർ റോഡിന് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്.
AVPPL റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യ വാരത്തോടെ റോഡ് മാർഗേന ഉള്ള എക്സിൻ ചരക്ക് നീക്കം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. തുറമുഖ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യവസായ വികസനം തെക്കൻ കേരളത്തിൽ ഏറ്റവും ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള തുറമുഖാധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യാവസായിക വികസനത്തിനുള്ള നടപടികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. നിരവധി ലോജിസ്റ്റിക്സ് കമ്പനികളുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഷിപ്പിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനകം 114.3 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാരം എന്ന നിലയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായും ചെലവഴിച്ചിട്ടുണ്ട്. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, Honorable Union Minister for Port, Shipping and Waterways, Shri Sonowal ji, respected ministers, Honorable Opposition Leader of Kerala, Shri V.D. Satishan ji, members of Parliament, senior officials from Government of India and Government of Kerala, distinguished dignitaries, partners and friends. Today is a landmark day not only for Vizhinjam but for Kerala's long-term economic future and for India's maritime strategy. Vizhinjam stands today at the intersection of history and the future. For centuries, Kerala's coastline connected India to global trade, cultures and ideas. Through Vizhinjam, that historic role is being renewed this time with world-class infrastructure, global scale and national purpose. Before we speak about the future, it is important to recognize the continuity of the vision that has made Vizhinjam possible. Projects of this national importance do not belong to one government or one moment in time. Vizhinjam is the result of sustained political will across administration and across party lines. It is only right to acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. His belief in Vizhinjam as a transformative opportunity for Kerala laid the groundwork for what we see taking shape today. This continuity of the vision has been carried forward with exceptional resolve under the leadership of the Honorable Chief Minister. Large transformational infrastructure projects succeed not only because of engineering excellence, but because of political clarity, administrative discipline, and long-term commitment. The Chief Minister's consistent support for Vizhinjam through complexity, scale, and challenge has been the central to transforming a long-standing aspiration into a nationally and globally significant maritime asset. I must admit that we would not have been possible to complete this project if not for the continuous support by the Honorable Chief Minister. He has been our biggest asset that an investor can ask for when implementing such large greenfield project. Thank you, sir, from bottom of my heart. I would also like to acknowledge the continuous support extended by the Leader of Opposition, Shri V.D. Satishan ji, and Honorable MP, Shri Shashi Tharoor ji, for this project. Such bipartisan cooperation sends a powerful signal to investors, to industry, and to the world that when it comes to Kerala's long-term interests, political differences give way to shared purpose. This project is also a strong example of cooperative federalism in action. I am honored by the presence of the Honorable Union Minister for Port, Shipping and Waterways, Shri Sonowal ji, whose leadership reflects India's renewed maritime ambition. Under the visionary leadership of the Honorable Prime Minister, port-led development has become a strategic pillar of India's economic growth. In a remarkably short period, Vizhinjam has demonstrated what is possible when vision, execution,
and partnerships come together. In just 15 months of commercial operation, it became the fastest Indian port to handle 1 million TEUs, firmly placing Kerala on the global shipping map. Today, as we lay the foundation for phase 2, we are not merely expanding a port, we are expanding a national capability. With an additional investment of 16,000 crores under phase 2 and a cumulative commitment of 30,000 crores, Vizhinjam will scale from a capacity of 1 million TEU to 5.7 million TEUs by 2029. This is the largest investment committed by any business house in the state of Kerala. Vizhinjam will emerge as the largest transshipment port in the Indian subcontinent and a globally competitive maritime hub. Apart from being the largest transshipment port, Vizhinjam will also be most technologically advanced port in India. It will be the lighthouse of how future Indian ports should operate. In closing, I want to thank the Government of Kerala, Honorable Chief Minister Shri Pinarayi Vijayan ji, Union Government of India, all political parties, people of Trivandrum and Kerala for their continued support and faith in Adani Group. We promise to uphold the trust put in by everyone and continue to deliver on the promise. Thank you. Jai Hind. 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നമ്മുടെ രാജ്യത്തെ സമാനതകളില്ലാത്ത വികസനത്തിന്റെ തുടർച്ചയായിട്ടാണ് അഭിമാനപൂർവ്വം ഇത് വിഴിഞ്ഞം പദ്ധതിയുടെ 2ാമത്തെ ഉദ്ഘാടനത്തിൽ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ മുൻ മുഖ്യമന്ത്രിമാർ ഏറെക്കുറെ പറഞ്ഞ പേരുകൾ എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ മുതൽ ഇ കെ നയനാരായാലും അതുപോലെ തന്നെ ശ്രീ വി എസ് ആയാലും ഉമ്മൻചാണ്ടി സാറായാലും അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനായാലും എല്ലാവരുടെയും കാലഘട്ടത്തിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ പല തടസ്സങ്ങളും മറികടക്കുവാൻ വേണ്ടി 2014 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു ഓരോ നിമിഷവും വിജയം വളർന്നു വരികയായിരുന്നു. യാതൊരു സംശയവും വേണ്ട. മുംബൈ തുറമുഖം ആ ഒരു തുറമുഖം വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറാൻ സാധിച്ചുവെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് കേരളത്തിൽ മാറാൻ തിരുവനന്തപുരത്തിൽ മാറാൻ വേണ്ടി വിഴിഞ്ഞം തുറമുഖം ഒന്ന് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കരയിൽ മാത്രമല്ല കടലിലെയും ആകാശത്തെയും വികസന സാധ്യതകൾ തേടിയുള്ള യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല വൻകിട രാഷ്ട്രങ്ങളെയും പിന്തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യം ഓരോ വർഷവും സാമ്പത്തികമായി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. 2047 ഭാരതം വികസിത രാഷ്ട്രമായി മാറുമ്പോഴേക്കും അത് നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നായിരിക്കും എന്നുള്ളത് നമുക്ക് നിശ്ചയമാണ്. സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും റോഡ് വികസനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ വളരെയധികം ആശ്വാസമായി മാറുന്നത്. ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശികമാണ് പലരും തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ വികസനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇവിടുത്തെ ഈ സ്ഥലം ഏറ്റെടുത്തോടെയൊക്കെ തന്നെ കണ്ടതിന് ഇനിയും ഒപ്പുവാനുണ്ട്. ഇവിടെ ബലിക്കടവ് അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ പലർക്കും ഇനിയും നഷ്ടപരിഹാരം കൊണ്ട് തീർത്തിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള പലരുടെയും ജോലി സാധ്യതകൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. അവരുടെ കൂടി പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ തീർപ്പാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ ദുഃഖിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും അഭിമാനകരമായ മുഹൂർത്തത്തിന് എല്ലാവിധ ആശംസകളും പിന്തുണയും അർപ്പിച്ചുകൊണ്ടേ നന്ദി. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസനങ്ങൾ ആരംഭിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു. 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ 2ാം ഘട്ട ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാം, ഒരു 4 നൂറ്റാണ്ട് കാലം നമ്മുടെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം തുറമുഖം. 1990 മുതൽ അത് 4 നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത ഇതിന്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ 1ാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകൽ നമുക്ക് ഇനി എല്ലാ കാര്യങ്ങളും വേഗത്തിലാക്കി
മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അദാനി പോർട്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പോർട്ടുകൾ ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ വലിയ ഈ രംഗത്തുള്ള വലിയ പരിചയം നമുക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയും. അതേ അവസരത്തിൽ തന്നെ ഗവൺമെന്റിന് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. 2014 ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഒബ്ലിഗേഷൻ ഒരുപാടുണ്ട്. ഒന്ന് 2019 തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നു. റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 വർഷം കഴിഞ്ഞു. ഒന്നാം ഘട്ടം 2019 പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരുന്ന റെയിൽ ഔട്ട്റീച്ച് 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല. ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു. അത് ഈ പ്രദേശത്ത് എവിക്ട് ചെയ്യപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ 2 പദ്ധതി. അത് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം 5ാമത്തെ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റിന്റെ ഒബ്ലിഗേഷൻ ഒരു ഔട്ടർ റിംഗ് റോഡായിരുന്നു. ആ ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 6ാമതായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു ആശയം ഗ്രോത്ത് കോറിഡോറായിരുന്നു. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യുന്നുണ്ട് ഇതിന്റെ വികസനം നമ്മൾ വ്യാപിപ്പിക്കണം. ഈ വികസന പ്രവർത്തനം കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാക്കി മാറ്റി അത് ദക്ഷിണ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ വികസനത്തിലാക്കി അതിനെ മാറ്റണം. 2014 മുമ്പ് 90% സ്ഥലവും നമ്മൾ അക്വയർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആവശ്യമായ സ്ഥലം അക്വയർ ചെയ്യുന്നത് വളരെ മന്ദഗതിയിലായി. എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൂടി നമ്മൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ 3-4 വർഷത്തിനകം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വീണ്ടും തുറക്കും. നമ്മുടെ മാരിടൈം ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ആ മാരിടൈം ഫീൽഡിൽ അവർ ഉണ്ടാക്കിയ വിജയമാണ് ഓരോ രാജ്യത്തിന്റെയും വികസന ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെയും വികസനത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ ഈ വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് മാറ്റിയെടുക്കണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥന. അതിനെല്ലാവരും പൂർണ്ണമായി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിന് ഹൃദയപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു തുറമുഖം അതിന്റെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ചരിത്രം മുൻകൂട്ടി കാണുന്നു. 17 വർഷം മുന്നോട്ട് മാറി 17 വർഷം കഴിഞ്ഞ് പൂർത്തിയാകേണ്ട ഒരു കാര്യം അത്രയും മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ചരിത്രം വളരെ വലിയ ചരിത്രമാണ്. നമുക്ക് മുഖ്യമന്ത്രിമാരെ ഇക്കാര്യത്തിൽ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഇ കെ നായനാരും VS അച്യുതാനന്ദനും പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തനം നടത്തുന്നു. പക്ഷെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ കാര്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതിനകത്ത് ഇപ്പോൾ ഈ തുറമുഖം വരുമ്പോൾ അതിനകത്ത് സാധാരണഗതിയിൽ BGF സെൻട്രൽ ഗവൺമെന്റ് സഹായം ഒക്കെ ഉണ്ടായിരുന്ന ഒരു നയത്തിൽ നിന്ന് മാറി BGF തന്നെ ലോണായിട്ട് തരുന്ന ഒരു ഘട്ടം വന്നിട്ട് വരും. ഈ തുറമുഖത്തിന് വേണ്ടി ആകെ ചെലവാക്കുന്ന ഓരോ രൂപയിലും 62 പൈസയും സംസ്ഥാന ഗവൺമെന്റാണ് ചെലവാക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. 28 പൈസ കാരണം ഇതിന്റെ പോർട്ട് ഭാഗമാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഇറക്കുന്നതിനനുസരിച്ചിട്ട് അദാനി പോർട്ട് ചെയ്യുന്നത്. 10 പൈസയാണ് നമുക്കിപ്പോ അതിന്റെ സെന്ററിന്റെ പാർട്ടായിട്ട്. ഞാൻ പറഞ്ഞത് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കേരളത്തിന് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും എടുക്കുന്ന തീരുമാനമാണ്. അത് നടക്കുന്ന സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, സമരങ്ങൾ വന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഇന്നീ വേദിയിലുള്ളത് പോലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് ഈ നാടിന്റെ വികസന വാതായനമാണ് വിഴിഞ്ഞം എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സമയം പലതും നമുക്ക് നേരത്തെ പോയിട്ടുണ്ട്. VS മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് ഏകദേശം ടെൻഡർ ചെയ്തതാണ്. ടെൻഡർ ചെയ്ത് അന്നെടുത്ത ചില കമ്പനികൾക്ക് ചൈനയിലെ കമ്പനികൾ അവരോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അന്നത്തെ ഗവൺമെന്റ് അന്നത്തെ ഡിഫൻസ് മന്ത്രി വകുപ്പ് ഇതിന് അനുവാദം തരാത്തതുകൊണ്ട് അത് നീണ്ടുപോയി. അങ്ങനെ ഓരോ ഘട്ടത്തിലും നീണ്ടുപോയി. നമുക്കിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ നല്ല മനോഹരമായ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി വന്നു എന്നുള്ളതാണ്. നമുക്കത് ഒരുമിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ സ്വപ്നമായി പദ്ധതി മാറ്റിയെടുക്കാം. അതിലെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗവൺമെന്റും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്നാട്ടിലെ സമുദായ സംഘടനകളും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേർന്നാണ് വിഴിഞ്ഞത്തെ വിജയിപ്പിക്കാൻ നിൽക്കുന്നത്. വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് മലയാളികളെ സംബന്ധിച്ച്. വിഴിഞ്ഞം 10
പദ്ധതിയുടെ തുടർന്നക്കം പ്രവർത്തനങ്ങളുടെ ആരംഭം. നേരത്തെ മുഖ്യമന്ത്രിയും അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുക മാത്രമല്ല 2045 പൂർത്തീകരിക്കേണ്ടത് 17 വർഷത്തിന് മുമ്പ് നമ്മൾ പൂർത്തീകരിക്കാൻ കഴിയും. നിരവധി പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി നമുക്ക് ഈ നിലയിലേക്ക് മാറാൻ സാധിച്ചത്. ജനങ്ങൾ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണം ഉണ്ടായി ഈ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതിന് സമാനമായ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളിലൂടെ നിൽക്കുന്നത്. കാലത്തിന് മുന്നേ സഞ്ചരിക്കുക എന്നുണ്ടല്ലോ, ഭരണവേഗത എന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രം എന്നത് ഒരിക്കൽ ഒരു സാധാരണ പദ്ധതിക്ക് തറക്കല്ലിട്ട അത് ഒരു ഗവൺമെന്റിന്റെ കാലയളവ് കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റിന്റെ സമയത്തായിരിക്കും വരിക. നമ്മുടെ നാട്ടിലുള്ള ചെറിയ മാർക്കറ്റ് മുതൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളും പാലങ്ങളും വരെയെല്ലാം ചരിത്രത്തിലുള്ളത് പരിശോധിച്ച് നോക്കിയാൽ കാണാനാകുന്നത് ഏറ്റവും കൂടുതൽ 2 MLA-മാരുടെ പേരുകൾ അവിടെ ഉണ്ടാകും. തറക്കല്ലിട്ടത് MLA ആയിരിക്കും, പിന്നീട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് MLA വേറെ ആയിരിക്കും. കാലം മാറിക്കഴിഞ്ഞിരിക്കും. ഭരണത്തിന്റെ വേഗത അത്രമാത്രം പരിമിതമായിരുന്നു, മന്ദഗതിയിലായി. നിങ്ങൾ നോക്കൂ, ആ കേരളത്തിലാണ് 17 വർഷം മുന്നേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് എന്ന് ഓരോ മലയാളിക്കും ഓർത്തെടുത്ത് വയ്ക്കാൻ കഴിയും. ഇത് കേരളത്തിനാകെ ഉണ്ടാക്കുന്ന എല്ലാ മേഖലയിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ വേദിയിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും ശ്രീ ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ K.K. നാരായണൻ, എല്ലാവരുടെ കാലത്തും ഈ പദ്ധതി എന്ന സ്വപ്നം ഓരോ മലയാളിയും പേറിയിട്ടുണ്ട് എന്ന് കൽപ്പിക്കുന്നു. പക്ഷെ നോക്കൂ, ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ പ്രകൃതിയും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഉയർന്നു വന്ന എല്ലാ പ്രതിസന്ധികളെയും ഏറ്റവും മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും ശക്തമായ ഉൾക്കരുത്തോടുകൂടി, എന്നാൽ ഒരു തുള്ളി ചോര വീഴാതെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്താണെന്ന് കേരളത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഈ നാടിനോടുള്ള ഇച്ഛാശക്തിയും കമ്മിറ്റ്മെന്റിന്റെയും തെളിവാണ് ഈ കാലത്തിന് മുന്നേ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ ദിവസം എത്തിച്ചേരാൻ കഴിയുന്നത് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള തുടർ ഭരണത്തിന്റെ കൂടി ഭരണവേഗതയാണ്. ഓൾട്ടർനേറ്റീവ് ഭരണത്തിനപ്പുറത്ത് തുടർ ഭരണത്തിന്റെ ഭരണവേഗതയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇത് തെളിയുന്ന ഈ ദിവസം. ഇപ്പോൾ നമ്മൾ ഈ നാട്, ഈ തുറമുഖം ഇന്ന് രാജ്യത്തിന്റെ ഗേറ്റ്വേ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട മനുഷ്യർ, അവരുടെ സ്കൂൾ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ അധ്യക്ഷത സൂചിപ്പിച്ചു. ഇവിടെ എവിക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ആശങ്ക പരമാവധി പരിഹരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെ ആകെ ഉപയോഗിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ജീവനോപാധികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. Thank you, Mr. Chairman, for mentioning the name of Ummachandi behind this program, who is the visionary behind this project. ഇതിലെ കടലിൽ തിരയടങ്ങാറില്ല എന്ന് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലൊഴിഞ്ഞ നേരമില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുക. ഇന്ന് പല കപ്പലുകളും പുറംകടലിൽ നങ്കൂരമിട്ട് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായും ഒരു വർഷം കൊണ്ട് അതിന്റെ കപ്പാസിറ്റി ഓഗ്മെന്റേഷനിൽ 100% 125% അച്ചീവ് ചെയ്യുകയും കപ്പലുകൾ പുറംകടലിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ടം ഉടനെ ആരംഭിക്കാൻ മുന്നോട്ട് വന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെ പൂർണ്ണമായും
10,000 കോടി രൂപയുടെ പ്രോജക്റ്റ് പൂർണ്ണമായും ചെലവിട്ട് നിർമ്മിക്കുന്ന കൺസെഷണറി കമ്പനിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാം അറിയാം, ഈ ഒരു വർഷം കൊണ്ട് 14 ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ ട്രാൻസ്ഷിപ്മെന്റ് നടത്തി കഴിഞ്ഞു. പക്ഷെ ഒരു കണ്ടെയ്നർ പോലും ഈ ഗേറ്റ് കടന്ന് പുറന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് ഒരു കണ്ടെയ്നർ പോലും ഈ പോർട്ട് വിട്ട് പുറത്തു പോകാൻ കഴിയാതിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോർട്ട് ഹിന്റർലാൻഡ് ഡെവലപ്മെന്റ് അഥവാ പോർട്ടിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളുടെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായും ഈ കണ്ടെയ്നറുകൾ പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. 2015 കരാർ പ്രകാരം 6 വർഷം കൊണ്ട് 2021 പൂർത്തിയാക്കേണ്ടതാണ് ഈ റെയിൽ കണക്ടിവിറ്റി. ആ കരാർ പ്രകാരം 2 വർഷം കൊണ്ട് 2017 പൂർത്തിയാക്കേണ്ടതാണ് ഈ റോഡ് കണക്ടിവിറ്റി. അതിപ്പോഴും ഇന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു, പക്ഷെ ഒരു താൽക്കാലികമായ സംവിധാനം മാത്രമാണ്. 14 ലക്ഷം കണ്ടെയ്നറുകൾ ഈ തുറമുഖം കൈകാര്യം ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്തത് 25% ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ നമ്മുടെ റോഡിലൂടെയും റെയിലിലൂടെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1.5 ലക്ഷം കണ്ടെയ്നറുകൾ നമ്മുടെ റോഡിലൂടെയും റെയിലിലൂടെയും പോകേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം ഏകദേശം 1200 കണ്ടെയ്നറുകൾ ഇതുവഴി പോകേണ്ടതായിരുന്നു. ഇന്ന് ഉണ്ടാക്കിയ സംവിധാനം കേവലം 5% പോലും കണ്ടെയ്നറുകൾക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സ്ഥിരമായി ക്ലോവർ ലീഫ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുക. അതെന്ന് പൂർത്തിയാകും. 2022 2028 ഈ 3-4 ഘട്ടം വരെ പൂർത്തീകരിക്കുന്നതിന് മുൻപായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി, അതിനെക്കുറിച്ച് ഇവിടെ ചില ആശങ്കകളുണ്ട്. ജനവാസ കേന്ദ്രത്തിലൂടെയാണ് ഇത് പോകുന്നതെന്നും അതുപോലെ തന്നെ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ 2 ഭാഗങ്ങളിലും നോ ഡെവലപ്മെന്റ് സോൺ വരുന്നു എന്നുള്ളതും ആ ഭൂമിയുടെ എൻജോയ്മെന്റ് പൂർണ്ണമായും ജനങ്ങൾക്ക് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ അഡ്രസ് ചെയ്യണം എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, റെസ്പെക്റ്റഡ് യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ ടി എം അനിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ബഹുമാനരായ എം പിമാർ, MLA മാർ, മറ്റ് വിവിധ സാമൂഹ്യ ശക്തികളുടെ ബഹുമാന്യരായ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, ബഹുമാനായ കരൺ അദാനി ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാന്യരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇത് മറ്റൊരു ചരിത്ര നിമിഷത്തിന് ഇന്ന് സായാഹ്നം സാക്ഷ്യം വഹിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ഒരു വർഷക്കാലത്തിനുള്ള പ്രവർത്തനങ്ങൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചതിലേറെ വിജയം കൈവരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 19 മാസം പിന്നിടുന്നത്. 2024 ജൂലൈ മാസത്തിൽ ട്രയൽ റൺ നമ്മൾ ആരംഭിച്ചു. 2024 ഡിസംബർ 3 അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു. 10 ലക്ഷം കണ്ടെയ്നറിലെ TU കൈകാര്യം ചെയ്യുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷയെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ അത് 13 ലക്ഷമായി ഉയർന്നു എന്ന അഭിമാനകരമായ സാഹചര്യം ഉള്ളപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെ വന്ന ഷിപ്പുകളുടെ കണക്കെടുക്കുമ്പോൾ 710 ഷിപ്പുകളിലായി വന്ന TU 15.16 ലക്ഷം കണ്ടെയ്നർ TU ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയ രഹസ്യമാണ് എന്നെടുത്ത് പറയും. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സവിശേഷതകളായ ചില സാഹചര്യങ്ങൾ കൂടി സംജാതമായത് ഒരുപക്ഷെ ദുബായിലോ കൊളംബോയിലോ ഒന്നും ഇതുവരെ എത്തിച്ചേരാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകൾ MSC 399.9 മീറ്റർ നീളവും 63 മീറ്റർ വീതിയുമുള്ള ഏറ്റവും വലിയ കപ്പൽ MSC വെറോണയും അതുപോലെ MSC ടർക്കി, MSC എൻട്രിയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഈ കാലഘട്ടത്തിൽ വന്നുപോയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ ഏതാണ്ട് 42ഓളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ തുറമുഖം അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ട്രാൻസ്ഷിപ്പ്
കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ വലിയ രൂപത്തിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ ഈ തുറമുഖത്ത് നിന്ന് നമുക്ക് ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുകയും ഇത്തരം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിന്റെ അടുത്ത ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നാം കടക്കുക. ഈ ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് വീണ്ടും ഇപ്പോൾ 3000 മീറ്റർ 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ ആയിരുന്നു നേരത്തെ നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ പുതിയതായി നമുക്ക് നിർമ്മിക്കേണ്ടി വരും കൂട്ടിച്ചേർത്ത്. അപ്പോൾ ഈ രംഗത്ത് പ്രധാനമായും ആ ബ്രേക്ക് വാട്ടർ ഉണ്ടാകുമ്പോൾ തന്നെ 800 മീറ്റർ ബർത്ത് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1200 മീറ്റർ ബർത്ത് കൂടി വരുന്നതോടുകൂടി ഒരേ സമയത്ത് 5 മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്നു എന്നതാണ് അതിൽ അഭിമാനകരമായ മറ്റൊരു നേട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. എന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ നമുക്ക് പ്രധാനമായും വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചരക്ക് ഗതാഗതം കരമാർഗവും അതുപോലെ തന്നെ കടൽ മാർഗവും ഒരേ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള വർക്കുകൾ കൂടി റെയിൽവേയും അതുപോലെ NS 66 ഒരു കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ മാർഗം 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. ഇതിനുവേണ്ടിയുള്ള സ്ഥലമെടുപ്പുകൾ 2 വില്ലേജിലെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അടുത്തതിലേക്ക് കടക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഫ്ലവർ ലീഫ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ NHAയുമായി സംസാരിച്ച ധാരണയായി അതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടൊപ്പം 1.7 കിലോമീറ്റർ വരുന്ന അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം കൂടി ഇതുവഴി നടക്കുകയാണ്. ഫെബ്രുവരിയോടുകൂടി കരമാർഗമുള്ള ചരക്ക് ഗതാഗതം മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിസ്മയമായി മാറിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭൂതപൂർവമായ മുന്നേറ്റങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയതാണ് നമുക്കറിയാം. സാമ്പത്തിക രംഗത്ത്, അതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, തൊഴിൽ രംഗത്ത് എല്ലാം ഉണ്ടാകുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന കുതിപ്പിലേക്ക് കടക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ട ഏതാണ്ട് 2988 പേർക്ക് 114.30 കോടി രൂപ ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരാവശ്യപ്പെട്ട പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ ഭാഗമായി ഡ്രിങ്കിംഗ് വാട്ടറിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ, സ്കൂളിന്റെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടപ്പാക്കി വരികയാണ്. അവശേഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 270 കോടി രൂപ മുടക്കി ഒരു ഫിഷിംഗ് ഹാർബർ കൂടി ഇതിനോടനുബന്ധിച്ച് നാം പണിതീർക്കുന്നതിന്റെ ഭാഗം അതിന്റെ 1ാം ഘട്ടത്തിന്റെ ടെൻഡർ നടന്നു കഴിഞ്ഞിരിക്കുന്നു. 146 കോടി രൂപ ഈ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന രംഗത്ത് എടുത്തു പറയത്തക്ക ഒരു കാര്യം, ആദ്യം ഉണ്ടാക്കിയിരുന്ന കരാറനുസരിച്ച് 2045 യഥാർത്ഥത്തിൽ ഇതിന്റെ സമ്പൂർണമായ രൂപത്തിലേക്ക് ഈ ബോട്ട് എത്തിച്ചേരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. പുതുക്കിയുണ്ടാക്കിയ 2024 നവംബറിലെ കരാർ അനുസരിച്ചാണ് കൺസ്ട്രക്ഷനുമായി ഉണ്ടാക്കിയ കരാറിൽ 2028 ഇപ്പോൾ തുടങ്ങുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2, 3, 4 ഘട്ടം ഒരുമിച്ച് നടപ്പാക്കി 2028 അത് പൂർത്തീകരിക്കുമ്പോൾ 17 വർഷമാണ് കേരളത്തിന് ലാഭം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. ചെറിയ കാര്യമല്ല. ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് വരാൻ ഇടവന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വന്നിരുന്നു. ആദ്യം റോ മെറ്റീരിയലിന്റെ അഭാവമായിരുന്നുവെങ്കിൽ, പിന്നെ ഓക്കി ദുരന്തമായിരുന്നുവെങ്കിൽ, പിന്നീട് വെള്ളപ്പൊക്കമായിരുന്നുവെങ്കിൽ, പിന്നീട് കോവിഡിന്റെ മഹാമാരി അവതരഭാവം കൊണ്ടുവന്നായിരുന്നുവെങ്കിൽ, പിന്നീട് ഒരു സമരം ഇരമ്പിയാത്ത വന്ന രൂപത്തിലായിരുന്നു. അത്തരം ഘട്ടങ്ങളിലെല്ലാം തികഞ്ഞ സമയത്തോടെ സഹിഷ്ണുതയോടെ എല്ലാ തരത്തിലും ഈ രംഗത്ത് ഉന്നതമായ സാമൂഹ്യ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസന സങ്കല്പങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് കാട്ടിയ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഈ തരത്തിലേക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കടലിലുള്ളതിനേക്കാൾ കടല് കാണുന്നവരുടെ ഉള്ളിലാണ് എന്നുള്ളൊരു ചൊല്ലുണ്ട്. കടല് കാണുക മാത്രമല്ല, കടലിനെ കണ്ട് സ്വപ്നം കാണുക മാത്രമല്ല, ചോര നീരാക്കി അധ്വാനിച്ച ഒരു കൂട്ടം സമർപ്പിതമായ മനോഭാവമുള്ള ജനങ്ങളുടെ
അവർക്ക് മാർഗദർശനം നൽകാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന്റെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും സഹകരിക്കുന്ന നമ്മുടെ സ്വന്തം ജനങ്ങളുടെ വിജയമാണ് ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഇവിടെ നടത്തിക്കൊണ്ട് നമ്മെ എന്നും നന്മയുടെ പാതയിൽ നയിക്കുന്ന ആദരണീയനായ പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. The presiding officer of this ceremony, Shri V. N. Vasavan, Honorable Minister for Ports, Corporation and Development, Government of Kerala. And finally, the Leader of the Opposition, Kerala Legislative Assembly, Shri V. D. Satishan. Taking a moment to place on record our gratitude for the continued collaboration and support here. Thank you.